വലതുപക്ഷ പിന്തിരിപ്പൻ മൂരാഴ്ചകളുടെ നിറത്തോക്കിന് മുന്നിൽ പിടഞ്ഞുകൊണ്ട് മരിച്ച ധീരരക്തസാക്ഷി സഖാവ് കുഞ്ഞാലിയുടെയും ജാതിമത ശക്തികളുടെ പൂർണ്ണോലം എത്തിച്ചറിഞ്ഞ ലോക കമ്മ്യൂണിസ്റ്റ് ആചാര്യ സഖാവ് ഈവം ചെണ്ടം കൊടുത്ത മലപ്പുറത്തിന്റെ അതിരക്ഷകളിലൂടെ ഇത് CPIM-ന്റെ സംസ്ഥാന സമ്മേളന നഗരി ഉയർത്തുവാനുള്ള ചെറുപ്പതാകുക കടന്നു വരുകയാണ് പ്രിയമുള്ളവരെ. കർഷക സംഘം കമ്മിറ്റിക്ക് വേണ്ടി ഷാജഹാൻ, SFIക്ക് വേണ്ടി അജിൻ, ബാലസംഘ സഖാക്കൾ മഹിളയ്ക്ക് വേണ്ടി റംദാൻ, DYFക്ക് വേണ്ടി രജീഷ്, ടീച്ചേഴ്സിന് വേണ്ടി സുനിലാൽ, പുരോഗമന സദസ്സിന് വേണ്ടി നാൻസി ടീച്ചർ, സീനിയർ സിറ്റിസന് വേണ്ടി ശിവരാമൻ, അത്തകശിവം, NRG വർക്കേഴ്സിന് വേണ്ടി സുജയ ടീച്ചർ, ചുമട് തൊഴിലാളിക്ക് വേണ്ടി O സഹദേവൻ, ആർട്സ് ആൻഡ് സ്റ്റുഡിയോന് വേണ്ടി ഹൈദരാലി, നിർമ്മാണ തൊഴിലാളിക്ക് വേണ്ടി സുധാമൻ, ഓട്ടോ ടാക്സി വർക്കേഴ്സ് ശ്രീ രാമകൃഷ്ണൻ, സ്പിന്നിംഗ് മിൽ എംപ്ലോയീസിന് വേണ്ടി കിഷോർ, ആര്യശാല വർക്കേഴ്സിന് വേണ്ടി രാമചന്ദ്രൻ, SCB വർക്കേഴ്സിന് വേണ്ടി ജയരാജൻ, വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ചന്ദ്രൻ, KMSRക്ക് വേണ്ടി അനീഷ്, ആഭരണ തൊഴിലാളിക്ക് വേണ്ടി ഉണ്ണി, ജനറൽ വർക്കേഴ്സിന് വേണ്ടി വഹാബ്, സ്കൂൾ കോളേജുകളിന് വേണ്ടി ജയശ്രീ, ആശ വർക്കേഴ്സിന് വേണ്ടി ശ്രീജ, KSRTCക്ക് വേണ്ടി ജയൻ, വ്യാപാരി വ്യവസായി സമിതിക്ക് വേണ്ടി അൻവർ, വയ്യോര കച്ചവട തൊഴിലാളി യൂണിയന് വേണ്ടി CP മുഹമ്മദ്, ഡൈമിംഗ് സ്കൂൾ യൂണിയന് വേണ്ടി ഗഫൂർ, UTPC യൂണിയന് V അനിൽ, വേങ്ങര ACക്ക് വേണ്ടി KT അമ്മിക്കുട്ടി, DYFI വേങ്ങര ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സൈഫുദ്ദീൻ, കർഷക സംഘം വേങ്ങര കമ്മിറ്റിക്ക് വേണ്ടി ഇബ്രാഹിം, CPM മഞ്ചേരി ACക്ക് വേണ്ടി ഫിറോസ് ബാബു, സ്റ്റേറ്റ് DCക്ക് വേണ്ടി AK ബനായിദ്, എറണാകുളം ചെന്നിന് വേണ്ടി സുനിൽ. മലപ്പുറത്തെ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജാഥ ക്യാപ്റ്റൻ സഖാവ് സ്വരാജ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കും. കൂടി കഴിഞ്ഞ് പുരാണന്തം വഴി പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുകയും ഇന്ന് തൃശ്ശൂരിൽ സമാപിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ജില്ലകളിലെ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി 5-ാം തീയതി വൈകുന്നേരം പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗർ ഈ പതാക ജാഥ എത്തിച്ചേരുകയും അവിടെ പതാക ഉയർത്തുകയും ചെയ്തു. CPIM-ന്റെ കേരള സംസ്ഥാന സമ്മേളനത്തെ കക്ഷിരാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകൾക്ക് അതീതമാണ് നമ്മുടെ നാട് എല്ലാ വിഭാഗം വരുന്ന മനുഷ്യരും ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ ഭാവി കേരളം രൂപപ്പെടുത്തുന്നതിന് നിർണായകമായി മാറും എന്ന് എല്ലാവർക്കും ഉറപ്പുമാണ്. കേരളീയ സമൂഹം മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് വർത്തമാനകാല കേരളത്തിന്റെ ഹൃദയസ്പന്ദനം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് ഇനിയും ഒരു തുടർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ആഗ്രഹമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത്.
വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെങ്കിലും ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ കേരളം വികസനത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുകയാണ് എന്ന് ശരിയായി തിരിച്ചറിയുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നവകേരളത്തിന്റെ രൂപരേഖയാണ്. എന്ന് വെച്ചാൽ നവകേരളം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ 8-9 വർഷക്കാലമായി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട പദ്ധതികളോടൊപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് അനുഭവേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പദ്ധതികൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ വികസന നേട്ടങ്ങൾ അനുഭവിക്കുന്ന കേരളീയ ജനത 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർച്ചയായി 3-ാം ഊഴം നൽകും എന്ന കാര്യം ഉറപ്പാണ്. നമുക്കെല്ലാം ഇപ്പോ ബോധ്യമാകുന്ന കാര്യമാണ്. ആ ഉറപ്പിന്റെ ചില സൂചനകളാണ് ശശി തരൂർ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെ കോൺഗ്രസിന്റെ 1-ാം നിര നേതാക്കന്മാർ പോലും കേരളത്തിൽ തുടർഭരണത്തിനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയ ഒരു അപൂർവ അനുഭവമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ചിലർ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മറ്റു പലരും അത്ര പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഈ ആശയം പങ്കുവെക്കുന്നവരുമാണ്. അങ്ങനെ 3-ാം ഊഴത്തിലേക്ക് കേരളത്തിൽ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ കേരളീയ സമൂഹം സമർപ്പിക്കുന്നു. തീർച്ചയായും ആ 3-ാം ഊഴം ആ ഗവൺമെന്റിന് ദിശാബോധം പകർന്നു നൽകുന്ന, ഈ നവകേരളം എന്ന മുദ്രാവാക്യത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്ന, അതിന്റെ വിശദാംശങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയായി കൂടി സംസ്ഥാന സമ്മേളനം മാറും. ആ സവിശേഷമായ പ്രാധാന്യവും ഈ സംസ്ഥാന സമ്മേളനത്തിലുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളെയും തീരുമാനങ്ങളെയും എല്ലാം, നവകേരളത്തിന്റെ രൂപരേഖ ചർച്ച ചെയ്യുന്നതിന്റെ വിശദാംശങ്ങളെയെല്ലാം ഈ നാട് ഏറെ പ്രതീക്ഷയോടെ, പ്രാധാന്യത്തോടെ കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് പോർലേൽക്കാതെ CPIM സംസ്ഥാന സമ്മേളനം ആവശ്യമായ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും. ഞാൻ കൂടുതൽ ദീർഘമായി ഇവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന സമ്മേളനത്തിലേക്ക്, സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാകയുമായി കടന്നു വന്ന ഈ പതാക ജാഥയ്ക്ക് വളരെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ മലപ്പുറത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യമായിട്ട് പോലും വളരെ ആവേശപരവും വികാരോഷ്മളവുമായ സ്വീകരണമാണ് മലപ്പുറത്ത് നിങ്ങൾ ഈ ജാഥയ്ക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഈ ജാഥ കൊല്ലത്ത് സമാപിച്ച് സംസ്ഥാന സമ്മേളനം നടന്നു കഴിഞ്ഞതിന് ശേഷം CPIM നേതൃത്വം കൊടുക്കുന്ന സമര പ്രചരണ പരിപാടികളിലെല്ലാം വർദ്ധിത ധീര്യത്തോടെ ഈ നാടിന്റെ മുൻകാലിപ്പം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ മലപ്പുറത്തിന്റെ മണ്ണിൽ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ജാഥാ മാനേജർ മനോഹരൻ ജാഥാംഗം അനുസരിക്കുകയും എല്ലാം കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തി